അമേരിക്ക യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഇൻഡയറക്ട്ലി അറ്റാക്ക് ചെയ്തു. ഇന്ത്യ ഒന്നും സംഭവിച്ചില്ലെന്ന മട്ടിലാണ് നിൽക്കുന്നത്. അടുത്തിടെ ഒരു ഇറാനിയൻ യുദ്ധക്കപ്പൽ IRIS ഡെന വിശാഖപട്ടണത്തിലേക്ക് വന്നു. ഇന്ത്യൻ നാവികസേനയുമായി ഒരു സംയുക്ത നാവിക അഭ്യാസത്തിന് പങ്കെടുക്കാൻ. അവർ ശരിക്കും നമ്മുടെ അതിഥികളായിരുന്നു. അഭ്യാസം അവസാനിപ്പിച്ചു. കപ്പൽ ഇന്ത്യ വാട്ടർ വിട്ടു സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. പക്ഷേ ശ്രീലങ്കയുടെ തീരത്തു നിന്നും വെറും 115 കിലോമീറ്റർ അകലത്തിൽ ഇന്ത്യൻ ഓഷനിൽ അമേരിക്കൻ നാവികസേനയുടെ ഒരു സബ്മറീൻ അതിനെ ആക്രമിച്ചു. 87 നാവികർ മരിച്ചു. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇന്ത്യ ഇപ്പോഴും ഈ ആക്രമണത്തിനെ അപലപിച്ചിട്ടില്ല. ചിലർ ന്യായീകരിച്ച് പറയുന്നത് റിലാക്സ്, ഇത് ഇന്റർനാഷണൽ വാട്ടറാണ്, ഇന്ത്യയുടെ പ്രദേശം 12 നോട്ടിക്കൽ മൈൽ മാത്രമാണെന്നും. ശരി, പക്ഷേ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. 2014 ഒരു ചൈനീസ് സബ്മറൈൻ കൊളംബോ തുറമുഖത്ത് നങ്കൂരമിട്ടപ്പോൾ, അല്ലെങ്കിൽ 2020 ചൈന ഹമ്പൻതോട്ടൻ തുറമുഖത്തിൽ ഒരു സ്പൈ കപ്പൽ അയച്ചപ്പോൾ, ഈ രണ്ട് കേസിലും ഇന്ത്യ ഉടനെ പ്രതിഷേധിച്ചു. 1971 പോലും അമേരിക്ക ബേ ഓഫ് ബംഗാൾ കടന്നു വന്നപ്പോൾ ഇന്ത്യ അത് തടഞ്ഞു. ഒരു ഗൗരവമുള്ള സ്ട്രാറ്റജിക് ത്രെഡ് ആയി കണ്ടു. ശരി, അത് വിട്. അമേരിക്ക, ചൈന അല്ലെങ്കിൽ റഷ്യയുടെ തീരത്തു നിന്ന് 115 കിലോമീറ്റർ അകലത്തിൽ ഒരു കപ്പലിനെ ആക്രമിച്ചാൽ ആ രാജ്യങ്ങൾ ഇന്ത്യ മിണ്ടാതിരിക്കുന്ന കൂട്ട് മിണ്ടാതിരിക്കുമോ? തീർച്ചയായും ഇല്ല. രാജ്യങ്ങൾ സംരക്ഷിക്കുന്നത് അവരുടെ നിയമപരമായ അതിർത്തികൾ മാത്രമല്ല, അവരുടെ സ്വാധീന മേഖലയിലുമാണ്. ഇവിടെയാണ് യഥാർത്ഥ ചോദ്യം. എന്തുകൊണ്ടാണ് മോദിയും BJP സർക്കാരും പൂർണ്ണമായും മിണ്ടാതിരിക്കുന്നത്? ഒരു വിദേശ ശക്തി നമ്മുടെ പ്രദേശത്തിന് അടുത്ത് തന്നെ വന്ന് ഒരു അപകടകരമായ ആക്രമണം നടത്തുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് മിണ്ടാതിരിക്കണം? ഇന്ത്യ തന്നെ പറഞ്ഞതാ ഇന്ത്യ മഹാസമുദ്ര മേഖലയിൽ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആകണമെന്ന്. അപ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഒരു വിദേശ നാവിക കപ്പൽ മുങ്ങിപ്പോകുമ്പോൾ അത് ഇന്ത്യയുടെ അതിഥിയായിരുന്ന ഒരു കപ്പൽ തന്നെയായിരുന്നു. എന്നിട്ടും ഇന്ത്യ ഒന്നും പറയുന്നില്ലെങ്കിൽ അതിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്?